Hi guys and welcome back to my channel. അപ്പോൾ എനിക്കിന്നൊരു അപ്പോയിൻമെൻ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പോകുന്നുള്ളത്. ഇപ്പോൾ സമയം 8:15. അപ്പോൾ ഇപ്പോൾ പോയാൽ മാത്രം 9 മണിക്കുള്ള അപ്പോയിൻമെൻറ്റിന് ഞാൻ അവിടെ എത്തുള്ളൂ. അപ്പോൾ ഞാൻ നേരെ ബസ് കയറിയിട്ട് ടാമ്പനീസിലേക്കാണ് പോകുന്നത്. അവിടെ റാഫിൽസ് മെഡിക്കൽ എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലല്ല, ഒരു ക്ലിനിക്കാണ്. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. ഞാൻ വഴിയെ പറയാം എന്തിനാണ് ഇപ്പോൾ ഈ ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്യുന്നതെന്ന്. ഞാൻ എൻ്റെ ഹെൽത്ത് ചെക്കിന് വേണ്ടിയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അങ്ങനെ ബ്ലഡ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുവാണ്, എൻ്റെ നമ്പർ വിളിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ഡ്യൂട്ടി പോകാനുണ്ട്, ഡ്യൂട്ടിക്ക് എനിക്ക് എത്തണം. അപ്പോൾ ഒരു 1 hour മാത്രമാണ് എനിക്ക് ടൈമുള്ളത് ഇതെടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഇഞ്ചക്ഷനൊക്കെ എടുത്ത് ബ്ലഡൊക്കെ എടുത്തതിന് ശേഷം ഞാനിവിടെ ഇരിക്കുകയാണ്. ഇനി ഡോക്ടറിനെ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. എനിക്ക് ഡോക്ടറിൻ്റെ വക ടൈം ഷീറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് ഇത്ര ടൈം ഞാൻ ലേറ്റ് ആവും എന്നുള്ള ഒരു ഇത് എൻ്റെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ മെഡിക്കൽ കഴിഞ്ഞു, പിന്നെ ബ്ലഡ് ടെസ്റ്റൊക്കെ എടുത്തു, പിന്നെ ഡോക്ടർ കൺസൾട്ടേഷൻ ഉണ്ടായിരുന്നു, അതും കഴിഞ്ഞു. ഇനിയിപ്പോൾ എൻ്റെ ഡ്യൂട്ടി തുടങ്ങാൻ ആകാറായി. അപ്പം ഞാനിപ്പോൾ നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ആക്ച്വലി ഈ ഹെൽത്ത് ചെക്ക് എന്തിനാണെന്ന് വെച്ചാൽ ഞാനിവിടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 2 years കംപ്ലീറ്റ് ആവാൻ പോകുന്നു. അപ്പോൾ അതിന് മുന്നേ ഉള്ള ഹെൽത്ത് ചെക്കായിരുന്നു ഇപ്പോൾ കഴിഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് ഒരു 2-3 ഡേയ്സിൻ്റെ ഉള്ളിൽ HR ഡയറക്റ്റായിട്ട് പോകും. എല്ലാം ക്ലിയർ ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇൻ കേസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഫർദറായിട്ട് ചെയ്യാം. പക്ഷേ ഇപ്പം അതൊക്കെ നോർമലായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇവിടെ ഹോസ്പിറ്റലിൽ 2 years ആയിട്ട് കംപ്ലീറ്റ് ആവാൻ പോകുന്നു. അപ്പം എൻ്റെ വിസ ഒക്കെ ഇനി റിന്യൂ ചെയ്ത് വരണം അത്ര. എനിക്ക് വിസ എക്സ്പയർ ആവാൻ പോകുന്നു. അപ്പം എൻ്റെ എന്താ പറയുക, ഞാനിവിടെ 2 years കംപ്ലീറ്റ് ആവുന്നത് September 25th ആണ്. അപ്പോൾ അതിന് മുന്നേ ആയിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ട് വരികയാണ്. ഇപ്പോൾ ഫസ്റ്റത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഹെൽത്ത് ചെക്കാണ്. അതിന് ശേഷം HR അടുത്ത് പോയിട്ട് കോൺട്രാക്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കണം. ഞാനിവിടെ വർക്ക് ചെയ്യുന്നത് കോൺട്രാക്റ്റ് വൈസാണ്. ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് എനിക്ക് മെഡിക്കൽ ചെക്കപ്പ് ഉണ്ടായെന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇവിടെ സിംഗപ്പൂരിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 2 വർഷം ആവാറായിട്ടോ. അതായത് ഇതിപ്പോൾ ഓഗസ്റ്റാണ്. ഈ വീഡിയോ ഞാനിപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത് എനിക്കറിയില്ല. അപ്പോൾ അടുത്ത മാസമാണ് എൻ്റെ 2 year ഇവിടെ കംപ്ലീറ്റ് ആവാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എൻ്റെ വിസ പ്രോസസ്സിങ്ങാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ഇതെനിക്കൊരു 2 year കോൺട്രാക്റ്റാണ്. അപ്പോൾ എൻ്റെ കോൺട്രാക്റ്റ് ഇപ്പോൾ കഴിയാൻ പോകുന്നു. എൻ്റെ വിസ എക്സ്പയർ ആവാൻ പോകുന്നു. അപ്പോൾ അതിന് മുന്നേ വിസേൻ്റെ ക്ലിയറൻസ് ഓൾറെഡി വന്നു. അപ്പോൾ എനിക്ക് ഇവിടെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്നുള്ളത്. കാരണം എനിക്കറിയാം എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് ജോലി കിട്ടിയിട്ട് ഞാൻ വന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ഇനി അടുത്ത 2 വർഷത്തേക്കും കൂടി ഞാനിവിടെ കോൺട്രാക്റ്റ് സൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇന്ന് എൻ്റെ മെഡിക്കൽ കഴിഞ്ഞു. മെഡിക്കൽ കഴിഞ്ഞിട്ട് ബ്ലഡ് ടെസ്റ്റ് മാത്രമാണ്. കാരണം ഞാൻ ആദ്യം വന്നപ്പാട് ഫസ്റ്റ് ടൈം ഞാൻ സിംഗപ്പൂർ വന്നപ്പാട് നമുക്ക് ഇവിടെ ഒരു മെഡിക്കൽ ചെക്കപ്പ് നോർമലി എല്ലാ ഹോസ്പിറ്റൽസിലും ഉണ്ടാകുന്ന പോലെ തന്നെ മെഡിക്കൽ ചെക്കപ്പിൽ അന്ന് എന്തൊക്കെയൊക്കെയോ ചെയ്തിട്ടുണ്ടായിരുന്നു, കുറേ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് കുറേ വാക്സിനൊക്കെ എടുത്തു. അപ്പോൾ അതൊന്നും ഇപ്രാവശ്യം ഇല്ല. ഇപ്രാവശ്യം ചെസ്റ്റ് എക്സ്റേ, പിന്നെ ബ്ലഡ് ടെസ്റ്റ് ഇപ്പം എല്ലാം നോക്കാൻ വേണ്ടിയിട്ട്, പിന്നെ അതിന് ശേഷം ഡോക്ടർ കൺസൾട്ട് ചെയ്തു. ഇപ്പം എല്ലാം ഓക്കെ ആണെങ്കിൽ അവരെന്നെ ഇവിടെ പ്രൊസീഡ് ചെയ്യും. ഇവിടെ ജോബ് ചെയ്യാൻ ഓക്കെ ആണെങ്കിൽ അവരെന്നെ ഇവിടെ പ്രൊസീഡ് ചെയ്യും. ഇൻ കേസ് നമുക്കിപ്പോൾ എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് അവർ എന്തെങ്കിലും അവരുടെ വഴി നമുക്ക് എന്തെങ്കിലും ക്ലെയിം ചെയ്യാനോ നമുക്കിവിടെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടിയിട്ട് അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പം അങ്ങനെയാണ്. അപ്പം എൻ്റെ മെഡിക്കൽ ചെക്കപ്പ് കഴിഞ്ഞു. ഇതിൻ്റെ റിസൾട്ട് 4 ദിവസത്തിനുള്ളിൽ വരും. അതിന് ശേഷം HR അടുത്ത് ഞാൻ ഓൾറെഡി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെഡിക്കൽ ചെക്കപ്പിന് പോയതിന് ശേഷം ഇമെയിൽ അയക്കണം. അതനുസരിച്ചിട്ട് എനിക്ക് എന്തൊക്കെയോ സൈൻ ചെയ്യാൻ തന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ തിരിച്ച് സൈൻ ചെയ്ത് കൊടുക്കാനുണ്ട്. അതിന് ശേഷം
ഒരു മീറ്റപ്പ് ഉണ്ടാവും HR-ഉം ഞാനും തമ്മിൽ. എൻ്റെ HOD ഞാനും തമ്മിൽ അത് പറയാൻ മറന്നു. കഴിഞ്ഞ മാസം എൻ്റെ HOD എൻ്റെ അടുത്ത് ഇവിടെ എങ്ങനെയുണ്ട്, താല്പര്യമുണ്ടോ, ഇവിടെ ഫോർവേഡ് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ യെസ്, എനിക്ക് ഓക്കെയാണ്, ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകാനാണ് താല്പര്യം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ബാക്കിയുള്ള പ്രോസസ്സ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അതൊക്കെയാണ്. അപ്പോൾ എൻ്റെ മെഡിക്കൽ കഴിഞ്ഞു. ഇനി കോൺട്രാക്റ്റ് സൈൻ ചെയ്യാൻ മാത്രമേ ബാക്കിയുള്ളൂ. നേരിട്ട് സൈൻ ചെയ്യാൻ മാത്രമേ ബാക്കിയുള്ളൂ. അല്ലാണ്ട് ഞാനിപ്പം അവരെനിക്കൊരു സോഫ്റ്റ് കോപ്പി അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കണ്ട് ഞാൻ എന്താ പറയുക, അതിൻ്റെ ചില പേജസ് നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കാനുണ്ട്. ഒരു എൻഡ് ഡേറ്റ് തന്നിട്ടുണ്ട് എനിക്കത് എപ്പോഴാണ് കൊടുക്കേണ്ടതെന്ന്. അപ്പോൾ ആ ഡേറ്റ് എനിക്ക് അവർക്ക് സബ്മിറ്റ് ചെയ്താൽ മതി. അപ്പം അങ്ങനെയാണ് HR തമ്മിലുള്ള ഫേസ് ടു ഫേസ് കോൺവെർസേഷൻ ഇതുവരെ വന്നിട്ടില്ല. അപ്പം അവർ പറഞ്ഞ ഡേറ്റിനാണ് എനിക്ക് സംഭവങ്ങളൊക്കെ എനിക്ക് അവർക്ക് തിരിച്ചു കൊടുക്കാനുള്ളത്. ഐ മീൻ അവരെനിക്ക് അയച്ചാണ് സോഫ്റ്റ് കോപ്പിയൊക്കെ ഇരുന്ന് ഡിസ്കസ് ചെയ്യുന്നത് അന്നായിരിക്കും. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. ഇനി എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്യാം. തൽക്കാലത്തേക്ക് ഇപ്പം ഇത്ര മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ വേറൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ആലോചിക്കുന്നുണ്ട്. അപ്പം ഇത് പോസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഇതുമായിട്ട് മേർജ് ചെയ്തിട്ടായിരിക്കും ആ വീഡിയോ ചെയ്യുന്നത്. അതായത് എങ്ങനെ ജോബ് കിട്ടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ട്. നോക്കാം. അപ്പം അങ്ങനെയാണ് എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ. ഇത് ഞാൻ എൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ട് മെമ്മറീസിന് വേണ്ടിയിട്ട് ഡോക്യുമെൻ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ആഡ് ഓൺ ചെയ്യാം, അല്ലാതെ വേറൊന്നുമില്ല. അങ്ങനെ എൻ്റെ കോൺട്രാക്റ്റിൻ്റെ 2-3 പേജൊക്കെ സൈൻ ചെയ്തിട്ട് എനിക്ക് HR-ന് അയച്ചു കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇവിടെ കോൺട്രാക്റ്റ് ആണെങ്കിലും ഫുൾ ടൈം ജോബാണ് കേട്ടോ. ഹലോ, അപ്പോൾ ഇന്ന് ഡേറ്റ് ഓഗസ്റ്റ് 22 ആണ്. അപ്പോൾ ഞാൻ എൻ്റെ മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെഡിക്കലൊക്കെ എടുത്തു മറ്റു കാര്യങ്ങളൊക്കെയെന്ന്. അപ്പോൾ ആ ദിവസവും ഈ ദിവസവും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പം മെഡിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ മിനിസ്ട്രി ഓഫ് മാൻ പവറിലേക്ക് എൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ അവർ അയച്ചു. ഇപ്പോൾ ഒരു 3-4 മിനിറ്റ് മുന്നേ എനിക്ക് എൻ്റെ പാസ് റിന്യൂ ആയിട്ട് കിട്ടി. അപ്പം എൻ്റെ 2 ഇയർ കോൺട്രാക്റ്റ് ആയിരുന്നല്ലോ. അപ്പോൾ നെക്സ്റ്റ് ഇപ്പോൾ ഇന്ന് ഓഗസ്റ്റ് 22 സെപ്റ്റംബർ 2025 25th എൻ്റെ പാസ് എക്സ്പയറി ആവുന്നത്. പക്ഷേ അതിനു മുന്നേ നമുക്ക് മീൻസ് ആ ഓഗസ്റ്റ് 25th ആണ് എക്സ്പയറി ആവുന്നത്. മീൻസ് അതിന് ശേഷം എനിക്ക് ഇവിടെ എന്തായാലും നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് മുന്നേ എന്തായാലും എൻ്റെ പാസ് എനിക്ക് എൻ്റെ കയ്യിൽ കിട്ടിയേ പറ്റൂ. അപ്പോൾ ഇപ്പം എനിക്ക് എൻ്റെ പാസ് റിന്യൂ ആയിട്ടുള്ള മെസ്സേജ് വന്നു. അപ്പോൾ ഞാൻ എങ്ങനെ മീൻസ് എന്നൊക്കെ ഞാനിപ്പം കോൺട്രാക്റ്റ് ഇതുവരെ അടുത്ത കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടില്ല. അതിനി എപ്പോഴെന്ന് എനിക്കറിഞ്ഞൂടാ. അപ്പം ഇനി അങ്ങോട്ടേക്ക് ഇതുവരെ 2 ഇയർ കോൺട്രാക്റ്റ് ആയിരുന്നു, 2 ഇയർ പാസ്സായിരുന്നു ഞാൻ ഇതുവരെ നിന്നിട്ടുണ്ടായത്. പക്ഷേ ഇപ്പം കിട്ടിയതെന്ന് വെച്ചാൽ പാസ് എൻ്റെ 2028 വരെയാണ് എനിക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. സോ അപ്പം ഞാൻ തൽക്കാലം ഇപ്പം ഈ കമ്പനിയിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഇനിയിപ്പം അങ്ങോട്ടേക്ക് ഇനി എങ്ങനെയെന്ന് അറിയില്ല. അപ്പോൾ പാസ് എന്തായാലും എനിക്കിനിയിപ്പോൾ ഒരു 3 ഇയേഴ്സിലേക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത വിശേഷങ്ങൾ ഞാനിനി പോകെ പറയാം. എങ്ങനെ എനിക്കിവിടെ ജോലി കിട്ടിയെന്നും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ ഏതൊക്കെ വഴിയാണ് എനിക്കിവിടെ മീൻസ് ഏതൊക്കെ ആപ്പ് വഴി ആണ് എനിക്കിവിടെ ജോലി കിട്ടിയതും എന്നൊക്കെ, പിന്നെ എൻ്റെ പൊസിഷൻ എന്താണെന്നും, പിന്നെ ഏതിലൂടെയാണ് ഞാൻ അപ്ലൈ ചെയ്തതെന്നും എല്ലാം ഞാൻ വൈകാണ്ട് തന്നെ അടുത്ത വ്ളോഗിൽ മീൻസ് ഞാൻ ആലോചിക്കുന്നുണ്ട്. ഇതൊക്കെ എനിക്കിത് എപ്പം കാണാം, മീൻസ് എനിക്ക് കാണുമ്പോൾ അതൊരു ഇതായിട്ട് തോന്നുന്ന പോലെ ഒരു ഡോക്യുമെൻ്ററി ആയിട്ട് എനിക്ക് അത് എൻ്റെ ഒരു മെമ്മറിക്കായിട്ട് വെക്കണം എന്ന് എനിക്കുണ്ട്. അപ്പോൾ അതുപോലെ ആയിരിക്കും ഞാനിനി അത് ഉണ്ടാക്കുക. സോ അപ്പോൾ ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് വർക്കാവുമെങ്കിൽ ഞാനത് അതുപോലെ ആയിരിക്കും ഇടുന്നത്. മീൻസ് എനിക്കിവിടെ
കംപ്ലീറ്റ് ചെയ്യുന്ന പോലെ ആയിരിക്കും ഞാൻ ഇടുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു പാസിൻ്റെ കാര്യങ്ങൾ. ഇതിപ്പോൾ പ്രോസസ്സ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊരു എൻഡ് ഇതുവരെ വന്നിട്ടില്ല. ഇതൊരു എൻഡ് വന്നാൽ മാത്രമേ എനിക്കിതൊരു മീൻസ് ഒരു ഫുൾ എല്ലാം എന്താ പറയുക, എല്ലാം ഞാനിപ്പോൾ ഓരോരു ദിവസം മെഡിക്കൽ വേറൊരു ദിവസമാണ് ഉണ്ടായത്. അപ്പോൾ ഓരോരു ദിവസം എടുത്തതെല്ലാം കൂടിയിട്ട് കൊളാശാക്കിയിട്ട് ഇടണമെങ്കിൽ എനിക്കിതിനൊരു എൻഡ് വേണം. എൻ്റെ എല്ലാ പ്രോസസ്സും കഴിഞ്ഞു എന്ന് പറയുന്ന ഒരു എൻഡ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ ഇപ്പോൾ പാസ്സൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ഞാൻ HR കാണാൻ പോവാണ്. അപ്പം ഞാൻ വഴി പറയാട്ടോ എന്തിനാ പോകുന്നതെന്ന്. എൻ്റെ ലിഫ്റ്റ് വന്നു. അപ്പോൾ ഞാൻ ഇന്നിപ്പം പോകുന്നത് എൻ്റെ കോൺട്രാക്റ്റ് സൈൻ ചെയ്യാനാണ്. ഇന്ന് ഡേറ്റ് August 28. അങ്ങനെ HR ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് ഞാൻ പോകുന്നത്. HR ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഞാൻ എത്തിയതിന് ശേഷം എൻ്റെ അടുത്ത് കോൺട്രാക്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. പിന്നെ അതിന് ശേഷം ഒരു 2 ദിവസം കഴിഞ്ഞപ്പാട് തന്നെ എൻ്റെ പാസ് ഇഷ്യൂ ആയിട്ട് എനിക്ക് എൻ്റെ വർക്ക് പാസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഹായ് ഗൈസ്, അപ്പോൾ ഞാൻ എൻ്റെ കോൺട്രാക്റ്റൊക്കെ സൈൻ ചെയ്തു. ഇനിയിപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നെക്സ്റ്റ് 2 ഇയേഴ്സിലേക്കുള്ള കോൺട്രാക്റ്റാണ് ഇപ്പം ഞാൻ സൈൻ ചെയ്തിട്ടുള്ളത്. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. ഇനിയിപ്പം എനിക്കിനി എൻ്റെ പാസ് പിന്നെ എനിക്ക് കയ്യിൽ കിട്ടിയിട്ടില്ല. കാരണം അത് September 25 വരെ ഉള്ളൂ ആ പാസ്. ഇനി ആ പാസ് കിട്ടിയപ്പാട് ബാക്കി കാണിച്ചാൽ ഇനി അല്ലാണ്ട് കിട്ടുന്നത് എപ്പോൾ കിട്ടുന്നത് എനിക്ക് അറിഞ്ഞൂടാ. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ന്യൂ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ കോൺട്രാക്റ്റൊക്കെ സൈൻ ചെയ്തിട്ട് ഇനി 2 ഇയേഴ്സ് ഇവിടെ തന്നെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തീരുമാനിച്ചു. സോ ഇന്ന് September 25 ഞാനിവിടെ 2 ഇയേഴ്സായി വർക്ക് ചെയ്യുന്നു. സൈൻ ചെയ്തതിന് ശേഷം ഒരു 1 വീക്ക് കഴിഞ്ഞപ്പം തന്നെ എൻ്റെ വിസ നോർമലി അത് പിന്നെ നമ്മളിപ്പം പ്രോസസ്സിങ്ങിന് അവർ ഓൾറെഡി MOMലേക്കൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം നമ്മുടെ സിങ്ക് പാസിൽ അത് ഓൾറെഡി റിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ വിസ. സോ ഇനി അടുത്ത 2 ഇയർ വരേക്കുള്ള 2 ഇയർ അല്ല അടുത്ത 3 ഇയർക്ക് വരെയുള്ള എൻ്റെ വിസ എനിക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങൾ. കയ്യിൽ കിട്ടിയിട്ടില്ല, എൻ്റെ സിങ്ക് പാസിലുണ്ട് അത് ഓൾറെഡി. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം എൻ്റെ ഒരു വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. പിന്നെ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. ഞാൻ പിന്നെ എങ്ങനെയാണ് സിംഗപ്പൂർ ജോബ് കിട്ടിയെന്നുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം അതിന് മുന്നേ ആയിട്ട് എനിക്ക് ഈ വീഡിയോ ഇടണം. സോ ആർക്കെങ്കിലും അങ്ങനെ എന്തെങ്കിലും അറിയണം അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് പറഞ്ഞാൽ മതി. എനിക്കങ്ങനെ കിട്ടിയത് അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ അത് വെച്ചിട്ട് ഞാനൊരു വീഡിയോ എന്തായാലും ചെയ്യുന്നതായിരിക്കും. ഹോപ്പ്ഫുള്ളി സൂൺ. എനിക്കറിയില്ല എപ്പോഴാണെന്ന്. ഞാൻ ടൈം കിട്ടുമ്പോൾ ഞാൻ എന്തായാലും ആ ഒരു വീഡിയോ എന്തായാലും മനസ്സിലാവുന്ന രീതിക്ക് പറയണമെങ്കിൽ കുറച്ചുകൂടി ഡീറ്റെയിൽസൊക്കെ എടുക്കാനുണ്ട്. സോ അപ്പോൾ ആ ഒരു രീതിക്ക് ഞാൻ അതിടുന്നതായിരിക്കും. ആർക്കെങ്കിലും ഉപകാരപ്പെടുവാണെങ്കിൽ അങ്ങനെ ഉപകാരപ്പെട്ടോട്ടെ എന്ന് വെച്ചിട്ട്. ഓക്കെ, അപ്പം ഈ എൻ്റെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഡു സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. ഓക്കെ, ബൈ. See you in the next video. I need you right now. So don't let me